ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി VD സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ്സ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രൊജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡേറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ജൂൺ 4 വരെ തുടരും. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. എക്സൈസ് വകുപ്പിനെ പരിവർത്തനം ചെയ്യണമെന്നും മയക്കുമരുന്നിന് എതിരായ നടപടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും മന്ത്രി M ലിജു. LDFന്റെ മദ്യനയം ആയിരിക്കില്ല UDFന്റേതെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുമെന്നും അദ്ദേഹം ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. മുൻ മന്ത്രി TU കുരുവിളയുടെ ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ഡസ് അനിയ വലിയ പള്ളിയിലായിരുന്നു സംസ്കാരം. രാവിലെ മുതൽ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി PM സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6ാം വാർഷികത്തോട് അനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2ാം സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.